ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് റാണി കി വാവ്. ഗുജറാത്തിലെ പടാൻ ജില്ലയിലെ പടാൻ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുറേ പടികളുള്ള കിണറാണിത്. 11-ാം നൂറ്റാണ്ടിൽ ചൗലൂക്യ രാജാവായ ഭീമൻ ഒന്നാമൻ്റെ ഭാര്യ ഉദയമതിക്കായി നിർമ്മിച്ചതാണിത്. 2014 മുതൽ ഇന്ത്യയിലെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിലൊന്നായി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 7 നിലകളിലായി ശില്പപണികളാൽ അലങ്കൃതമായ ഒരു നിർമ്മിതി കൂടിയാണിത്. ഓരോ നിലകളിലും 500 മുതൽ 1000-ലധികം ചെറുതും വലുതുമായ മതപരവും മതേതരവുമായ ചിത്രപ്പണികൾ ഇതിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കിണറിന് 120 പടികൾ ഉണ്ട്. ഈ കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇതാണ് ആ കിണർ. നമുക്ക് ഇവിടം വരെയാണ് പോകാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. ശുദ്ധജലമായി പരിശുദ്ധിയായി കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയാണിത്. ആ രീതിയിൽ ഒരു ക്ഷേത്രം പോലെയാണ് ഇതിൻ്റെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ പരിശുദ്ധിയായി ഈ ജലത്തെ എല്ലാവരും കാണുന്നു. ഈ കിണറിന് 120 പടികളാണുള്ളത്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ കൊത്തുപണികൾ, അതുപോലെ തന്നെ ഹിന്ദു ദേവതകളുടെ കൊത്തുപണികൾ, ജൈന വിഗ്രഹങ്ങൾ ചിത്രീകരിക്കുന്നു, അവരുടെ പൂർവികർ എന്നിവരുടെ എല്ലാം ചിത്രീകരിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. റാണി കി വാവിൻ്റെ ഭൂരിഭാഗ ശില്പങ്ങളിലും ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. 1940 വരെ ഇത് ചെളിയും മണ്ണും മറ്റും വന്നടിഞ്ഞ് ഇത് മൂടപ്പെട്ട നിലയിലായിരുന്നു. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് മുകളിലേക്ക് കണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്നുള്ള ഭരണാധികാരികൾ ഇത് വീണ്ടും ക്ലീൻ ചെയ്ത് വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം 1980-കളിൽ ഇന്ത്യൻ സർക്കാർ ഇതിൻ്റെ ഇന്നത്തെ നിലയിൽ പൂർണ്ണമായി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. നമുക്കെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ അറിയാവുന്നതാണ്. കുറേ തൂണിന്മേലാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഈ ഓരോ തൂണിലും വളരെയധികം സൂക്ഷ്മമായ ചിത്രപ്പണികളോടുകൂടി കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണിത്. ഇതാണ് ഞങ്ങളുടെ തിമിത്തിയേട്ടൻ, കൊള്ളന്നൂർ തിമിത്തിയേട്ടൻ. ഇദ്ദേഹമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ തൂണിലുള്ള ആനകളുടെ ചിത്രങ്ങൾ, ഇലകൾ, അതുപോലെ തന്നെ ഓരോ ചിത്രങ്ങളും അത്ര മികവോടുകൂടിയാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് വളരെയധികം പ്രശസ്തമാണ്. ഇതും ഒരു അത്ഭുതമാണ്. 11-ാം നൂറ്റാണ്ടിലെ ചൗലൂക്യ രാജാവിൻ്റെ ഈ ഭാര്യയ്ക്ക് വേണ്ടി പണിത ഈ നിർമ്മിതിയെ, ഇതിലെ ഈ ജലത്തിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്ന ഈ ക്ഷേത്രത്തെ എല്ലാം തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇതിൽ നിന്ന് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് കയറുകയാണ്. ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകളെല്ലാം ഇന്നും വന്നിട്ടുണ്ട്. ഫോറിനേഴ്സാണ് കൂടുതൽ വരുന്നത്. അവർ ഓരോ ചിത്രപ്പണികളും കൈകൊണ്ട് തടവി നോക്കി, ഫോട്ടോ എടുത്ത്, വീഡിയോ എടുത്ത് വളരെ അത്ഭുതം കൂറിക്കൊണ്ടാണ് ഇതിലൂടെ നടക്കുന്നത്. നമുക്കും ഇത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അത്രയും ക്ലീനായി ആണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പക്ഷികളോ മറ്റൊന്നും വന്നിരിക്കാതിരിക്കാൻ ആ മുകളിൽ റൂഫ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ കൊത്തിക്കൊണ്ടെന്ന് ഇടുന്നത് ഈ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഈ സൗധത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങുകയാണ്. നമ്മുടെ പുതിയ 100 രൂപ നോട്ടിൽ ഈ റാണി കി വാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ വയലറ്റ് നിറത്തിലുള്ള നോട്ടിൽ അതിൽ കാണാവുന്നതാണ്.